ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും. എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ആദ്യം ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടയായി പോവും. ഇനി ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. 1 മിനിറ്റ് നേരം നമ്മൾ ഇതിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഫില്ലിങ്സിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഏലക്കായുടെ കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും വേണ്ട മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് പകുതി ചൂടാറിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാനായിട്ട്. കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഈ മാവ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് ഇത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് നന്നായിട്ട് അമർത്തിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്നുകൂടി റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാ മിക്സ് 1 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വക്ക് ഭാഗം ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് റവ ആയതുകൊണ്ട് ഇതിൻ്റെ വക്ക് ഭാഗം തനിയെ ഒട്ടിക്കോളും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വക്ക് ഭാഗം ഒന്ന് ഷേപ്പായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കയ്യിൽ ഒന്നുകൂടെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഉരുട്ടിയെടുത്ത ശേഷം അതൊന്ന് കയ്യിൽ നല്ല പോലെ ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. തേങ്ങ വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വക്ക് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ ദാ ഇതും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. എല്ലാം ഒരുപോലെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ എല്ലാം വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് എണ്ണ കുടിക്കുന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ മാത്രമേ കുടിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു വേവാണ് കറക്റ്റ്. അതുപോലെ തന്നെ ഇനി മറ്റേ ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. ഞാനിവിടെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിനിറ്റ് നേരം കൂടെ വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതാ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അധികം എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവും. ഇപ്പം ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.